യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. ഇന്ന് നാം കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വികൃതമാക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 100 രൂപ പ്രവേശന തുകയാണ് ഈടാക്കുന്നത്. വിദേശീയരിൽ നിന്ന് 200 രൂപയും ഈടാക്കും. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകൾ അനുവദിച്ചിട്ടില്ല. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാദ്യവ്യവസ്ഥകളുടെ സങ്കരരൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. മൈസൂർ കൊട്ടാരം ഒരിക്കൽ പൂർണ്ണമായി അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. 1897 ആ ദുരന്തം. ഇപ്പോൾ കാണുന്ന കൊട്ടാരം അതേ സ്ഥാനത്ത് പിന്നീട് പണിതതാണ്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിൻ്റെ വാസ്തുശില്പി. കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. മൈസൂർ പാലസിലെ കുക്കായിരുന്ന കാകാസുര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത്. മൈസൂരിനെ ലോകപ്രശസ്തിയിലെത്തിച്ച പ്രധാന ആഘോഷമാണ് ദസറ. 1610 ദസറ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. രാജദേവരായർ ഒന്നാമനായിരുന്നു ദസറയ്ക്ക് തുടക്കം കുറിച്ചത്. ദസറ ആഘോഷം 400 വർഷം പിന്നിട്ടു എന്നതും അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. മൈസൂർ പാലസ് ഒരു അനുഭവമാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം. താങ്ക്